മഹാനായ ഇമാം സുഹറവർദി തങ്ങൾ അദ്ദേഹത്തിന്റെ അവാരിഫുൽ മആരിഫിൽ, അതുപോലെ ബഹുമാനപ്പെട്ട യാഫി തങ്ങൾ അദ്ദേഹത്തിന്റെ ഇർഷാദുൽ നാഫിയിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കിതാബുകളിൽ പറഞ്ഞ 7 വട്ടം ചെല്ലേണ്ടുന്ന 10 ദിക്റുകളെ കുറിച്ച് സുബ്ഹാനല്ലാഹ് വല്ലാത്ത ബഹുമാനമുള്ള ദിക്റാണ്. ബഹുമാനപ്പെട്ടവരെ പറയാണ്, ഫഇദാ ഫറഗ മിൻ ദാലിക യസ്തഗിലു ബിതിലാവത്തിൽ ഖുർആനി ഹിഫ്ളൻ ഔ മിനൽ മുസ്ഹഫി. ഇങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഏകദേശം സമയം സൂര്യൻ ഉദിക്കുന്നതിനോട് അടുത്ത് വന്നാൽ ഫഇദാ ഖാറബത്തുൽ അശ്ശംസി യബ്തദിഉ ബിഖിറാഅത്തിൽ മുസബ്ബആത്തിൽ അശ്ർ. സൂര്യൻ ഉദിക്കുന്നതിനോട് ഏകദേശം സമയം അടുത്ത് വന്നാൽ 10 ദിക്റുകളുണ്ട്. 7 തവണ ചെല്ലേണ്ടുന്ന 10 ദിക്റുകളാണ്. അത് നിനക്ക് തുടക്കം കുറിക്കാം. മഹാനായ സുഹറവർദി തങ്ങളെ പറയാണ്, ആ ദിക്റിന്റെ പവർ എന്താണ്? മഹാനായ ഖളിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട സൂഫി വര്യരിൽ പ്രമുഖരായ ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹുവിനെ സമ്മാനിച്ചിട്ടുള്ള ദിക്റുകളാണ്. 10 ദിക്റുകളുണ്ട്. അത് ബഹുമാനപ്പെട്ട ഖളിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി കൊടുത്ത ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹ്. അത് പതിവായി നിർവഹിച്ചാൽ പല ദിക്റുകളും പല ദുആകളും നിർവഹിക്കുന്നതിന് തത്തുല്യമായി ഇത് നിർവഹിച്ചാൽ മതിയാകും. എല്ലാത്തിന്റെയും സ്ഥാനത്ത് ഇത് നിൽക്കും എന്നാണ് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് 10 എണ്ണം, ഓരോന്ന് 7 വീതമാണ് ചെല്ലേണ്ടത്. ഒന്ന് ഫാത്തിഹ സൂറത്ത്, ആയത്തുൽ കുർസി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 6 എണ്ണായി. ഇതെല്ലാവർക്കും കിട്ടണല്ലേ? ഫാത്തിഹ കിട്ടാത്തവരുണ്ടോ? ആയത്തുൽ കുർസി കിട്ടാത്തവരുണ്ടോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 6 എണ്ണമായി. ഈ 6 എണ്ണം സൂറത്തുകളാണ് അല്ലേ? ആയത്തും സൂറത്തും ഖുർആനൊക്കെയാണ്. 7ാമത്തേത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതാണ് 7ാമത്തെ ദിക്ർ. 8 അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. 9 അല്ലാഹുമ്മ ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ മുസ്ലിമീന വൽ മുസ്ലിമാതി അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത്. സ്വന്തം അതുപോലെ മാതാപിതാക്കളെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയെല്ലാം ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ, ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ മനിസ്തഗ്ഫറല്ലാഹ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് കതബല്ലാഹു ലഹു ബികുല്ലി മുഅ്മിനത്തിൻ ഹസനാ. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആലയോട് പൊറുക്കലിനെ തേടിയാൽ ഓരോ മുഅ്മിനിനും പകരത്തിൽ ഇവന്റെ റിക്കാർഡിൽ ഹസനത്തിനെ അല്ലാഹു തആല റിക്കാർഡ് ചെയ്യും. ഇല്ലാത്ത പവറ. രാവിലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അപ്പം തന്നെ ഏട് നിറയും. കാരണം മുഅ്മിനീങ്ങളുടെ കണക്കത്ര കയ്യും കണക്കുമില്ല. മലായിക്കത്തുകൾ കൊല്ലും മുഅ്മിനീങ്ങളാണ്. ജിന്നുകള് മനുഷ്യന്മാരിൽ നിന്ന് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. 1,24,000 അമ്പിയാക്കന്മാർ ഏതായാലും മുഅ്മിനീങ്ങളാണ്. അവരുടെ അനുയായി വൃന്ദങ്ങൾ സുബ്ഹാനല്ലാഹ് ഓരോ മുഅ്മിനീങ്ങളുടെയും എണ്ണമനുസരിച്ച് ഇവന്റെ റിക്കാർഡിൽ ഹസനത്തിന് എഴുതപ്പെടും. ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെയുള്ള ദുആയാണ്. പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. പ്രഭാത സമയത്ത് തന്നെ നഷ്ടപ്പെടുത്തണ്ട. അതുകൊണ്ടാണ് മഹാനായ സുഹറവർദി ഇമാം പറഞ്ഞത്, മോനെ ഇത് എല്ലാ ദിവസവും പതിവായി ചെയ്താൽ വയനാലു ബിൽ മുദാവമത്തി അലൈഹാ ജമീഉ മുതഫർരിഖ ഫിൽ അദ്കാരി വദ്ദഅവാത്ത്. ധാരാളം ദിക്റുകളും ദുആകളും ചൊല്ലുന്നതിന് പകരമായി വൈവിധ്യമേറിയ ദിക്ർ ദുആകൾക്ക് പകരം നിൽക്കാൻ ഈ 10 ദിക്റുകൾ 7 തവണ ചൊല്ലിയാൽ മതിയാകുമെന്ന് പറഞ്ഞു.
ഒമ്പതാമത്തെ ആ ദിക്റ് അത് ദുആയാണ്. ആ ദുആയാണ് നമ്മൾ ഇപ്പോൾ ചൊല്ലിയത്. സഹോദരന്മാരെ, ഇതൊന്നും വൃഥാവിൽ നഷ്ടപ്പെടുത്തരുത്. ഈ ദുനിയാവിൽ വെച്ച് ഈ സമ്പാദ്യങ്ങളെല്ലാം സമ്പാദിക്കണം. എത്ര കോടിക്കണക്കിന് ഹസനത്തൊട്ടും രാവിലെ തന്നെ നിങ്ങൾ ചിന്തിച്ചു, എത്ര കോടിയാ കിട്ടാ കയ്യും കണക്കില്ല. കാരണം മുഅ്മിനീങ്ങളുടെ എണ്ണത്തിൽ കയ്യും കണക്കുണ്ടോ? എത്ര മുഅ്മിനീങ്ങളാണ്? ഓരോ മുഅ്മിനിന്റെ എണ്ണം അനുസരിച്ച് ഹസനത്തിന് റെക്കോർഡ് ചെയ്യുമെന്ന് ശഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിക്കൂടെ? പിന്നെ നമ്മളെ മാതാപിതാക്കളാ, അവരോടുള്ള കുരുത്തക്കേടുകളോ മറ്റും വന്നു പോയിട്ടെങ്കിൽ പൊറുക്കാൻ കാരണാവൂലേ? ചെല്ലാലോ. പിന്നെ മുഅ്മിനീന മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉസ്താദുമാരെ കരുതാം, നമ്മുടെ മക്കളെ കരുതാം, നമ്മുടെ ഭാര്യമാരെ കരുതാം. ആരും വിട്ടുപോകുന്നില്ല, എല്ലാവരും കരുതിക്കോ. അങ്ങനെയാണല്ലോ അല്ലേ? നമ്മുടെ ഫത്വഹുൽ അടക്കമുള്ള കിതാബുകളിൽ പറഞ്ഞത് സലാം വീട്ടുന്ന സമയത്ത് കോടിക്കണക്കിന് ഓരോ സലാമിനെ സമ്പാദിക്കാനുള്ള ചാൻസ് വെച്ചെന്നില്ലേ ഇസ്ലാം? നമ്മൾ കളഞ്ഞു കൊടുക്കല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിസ്കാരത്തിൽ സലാം വീട്ടുന്ന സമയത്ത് അവൻ മലക്ക്, ജിന്ന്, ഇൻസിൽ നിന്നുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും കരുതാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്ര കയ്യും കണക്കുണ്ടാവില്ല. മലക്ക് പെട്ടാൽ തന്നെ കയ്യും കണക്കൂല. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അദ്ദുറുൽ മംദൂദ്, ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സഅദത്തുദ് ദാറൈൻ, മഹാനായ അല്ലാമത്ത് സഖാവി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അൽ ഖൗലുൽ ബദീഅ് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ സുബ്ഹാനല്ലാഹ് വലിയ പാഠം നമുക്ക് പഠിക്കാനുണ്ട്. അല്ലേ? മലക്കുകളും മറ്റുള്ള ജന്തുജാലങ്ങളും മൊത്തം ആനുപാതിക കണക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാന്നാ പറഞ്ഞത്? മൊത്തം ജന്തുജാലങ്ങൾ, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല, അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവകൾക്ക് കയ്യും കണക്കുമില്ല. ഒരു മഴക്കാലത്ത് അഡ്രസ് ഇല്ലാതെ വരുന്ന ഈയാമ്പാറ്റ അടക്കമുള്ള സാധനങ്ങളെ കണക്കൂട്ടിയാൽ കയ്യും കണക്കുണ്ടാവൂല. അല്ലേ? മാളത്തിൽ ഒളിഞ്ഞിരിപ്പുള്ള ഉറുമ്പുകൾക്ക് കയ്യും കണക്കില്ല. ചിലപ്പോ ജാഥയായി പോകണ കണ്ടാൽ നമുക്ക് തന്നെ അസൂയ തോന്നിപ്പോവും. എത്ര ജനസംഖ്യയാണ്! അങ്ങനെയുള്ള ഉറുമ്പുകളും ഇവിടെയുള്ള ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും പറവകളും മത്സ്യങ്ങളും മനുഷ്യന്മാരും ജിന്നുകളും എല്ലാവരെയും കാൽക്കുലേഷൻ ചെയ്താൽ, എല്ലാവരുടെയും സെൻസസ് എടുത്താൽ മലക്കുകളുടെ എണ്ണത്തിന്റെ 10% ആവുകയുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള മലക്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മോമിനീങ്ങളുടെയും എണ്ണത്തിന് തുല്യമായി ഇവന്റെ റിക്കാർഡിൽ ഹസനത്ത് വരുന്നു. അതിൽപ്പെട്ടതാണ് നിസ്കാര ശേഷം നാം ചൊല്ലുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 2 സലാം വീട്ടരോടുകൂടെ പ്രപഞ്ചലോകത്തുള്ള എല്ലാ മലക്കുകളെയും അത് ഉൾപ്പെടുത്തി, എല്ലാ ജിന്നുകളെയും ഇൻസിനെയും മോമിനീങ്ങളെ മുഴുവനും ഉൾപ്പെടുത്തി. പക്ഷേ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ആ സമയത്ത് കരുതിക്കോ. അതാണ് ഫത്വഹുൽ മുഈനിൽ പറഞ്ഞിട്ടുള്ളത്. കരുതാനാ പറഞ്ഞിട്ടുള്ളത്. അവരൊക്കെ കരുതി സലാം പറയണം. ഒരാൾക്ക് പറയുന്ന സലാമും 10 പറയുന്ന സലാം ഒരുപോലെയല്ല. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം പെരുമാറാകട്ടെ. സഹോദരന്മാരെ, 10ാമത്തെ ദിക്ർ എന്താണ്? അല്ലാഹുമ്മ ഫഅൽ ബിനാ വബിഹിം ആജിലൻ വആജിലൻ ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ മാ അൻത ലഹു അഹൽ വലാ തഫഅൽ ബിനാ വബിഹിം യാ മൗലാനാ മാ നഹ്നു ലഹു അഹൽ ഇന്നക ഗഫൂറുൻ ഹലീമുൻ ജവാദുൻ കരീമുർ റഊഫുർ റഹീം. ഈ ദുആ എല്ലാറ്റിനെയും ഷാമിലാക്കുന്ന ദുആയാണ്. നമ്മുടെ ദുനിയാവും ആഖിറവും, ദീനും ദുനിയാവും ആഖിറവും എല്ലാറ്റിനെയും ഉൾപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ അർത്ഥം നൽകുന്ന ദുആയാണ്. ഞാൻ അർത്ഥമൊന്ന് വെക്കാം. അല്ലാഹുമ്മ അഫ്അൽ ബിനാ വബിഹിം, പടച്ചവനെ നമ്മളെ കൊണ്ടും നേരത്തെ പറഞ്ഞു പോയ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും മുഅ്മിനീങ്ങള് അവരെ കൊണ്ടും നീ പ്രവർത്തിക്കണം. ആജിലൻ വാജിലാ, ദുനിയാവിലും ആഖിറത്തിലും, ഇവിടെ ഇപ്പോഴും പിന്നെയും, ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ, ദീനിലും ദുനിയാവിലും ആഖിറത്തിലും ഇപ്പോഴും പിന്നെയും എല്ലാം നീ പ്രവർത്തിക്കണം. മാ അൻത ലഹു അഹൽ, നീ എന്താണോ അർഹനായിട്ടുള്ളത് അത് മാത്രം നീ ചെയ്യണം. നീ എന്താണോ അർഹനായിട്ടുള്ളത് അത് ചെയ്താടാ.
ഞങ്ങളും അവരെന്താണോ അർഹതായിട്ടുള്ളത് അത് ചെയ്യല്ല. നമ്മൾ അർഹതപ്പെട്ടത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് നരകത്തിലിടരോ അല്ലെങ്കിൽ നമുക്ക് വല്ല മുസീബത്തും വരുത്തലോ. കാരണം കുറ്റങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നവരല്ലേ. അള്ളാഹു തആലക്ക് എന്താ? അള്ളാഹു കറമിന്റെ ഉടമയാണ്, ബഹുമാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ലുതുഫിന്റെയും ഉടമയാണ്. അപ്പൊ അതുകൊണ്ട് നീ എന്തിനാണോ അർഹതയായിട്ടുള്ളത് അത് നീ ഞങ്ങളെ കൊണ്ടും ഞങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടും ഞങ്ങളുടെ ഭാര്യ മക്കളെ കൊണ്ടും ഞങ്ങളുടെ മുസ്ലിമീങ്ങളെ കൊണ്ടും ഒക്കെ നീ ഞങ്ങൾ ചെയ്താളാ എന്ന് പറയുന്ന മനോഹരമായ ദുആ. ഈ ഒന്നും ബാക്കിയില്ല, എല്ലാം ഉൾപ്പെട്ടു. ഇത് 7 തവണ പ്രഭാത സമയത്തും സായാഹ്ന സമയത്തും നീ നിർവഹിച്ചോ. മഹാനായ സൂറവർദി ഇമാം പറഞ്ഞു സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, ഖിളർ നബിയിൽ നിന്ന് ഈ ദിക്ർ സമാഹരിച്ച് ഇതിനെ കിട്ടിയിട്ടുള്ള ലഭ്യമായിട്ടുള്ള മഹാനായ ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു ഖിളർ നബി പഠിപ്പിച്ചതുപോലെ ഇത് ബഹുമാനപ്പെട്ടവരങ്ങ് ചൊല്ലിയപ്പോൾ സുബ്ഹാനല്ലാഹ് അദ്ദേഹം സ്വപ്നം കാണുന്നു. റഅ ഫിൽ മനാമി അന്നഹു ദഖലൽ ജന്ന ورأى الملائكة والأنبياء عليهم السلام وأكل من طعام الجنة. മലായിക്കത്തിനെ പോലും അമ്പിയാക്കളെ പോലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. മാത്രമല്ല സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ ബഹുമാനപ്പെട്ടവർ സ്വപ്നത്തിനാണെങ്കിലും കഴിച്ചു. സ്വപ്നത്തിലാണെങ്കിലും അത് സാധാരണ സ്വപ്നമല്ല. മഹാന്മാര് കാണുന്ന സ്വപ്നത്തിന് മോനെ അതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ പറയാനുണ്ട്, സമയമില്ല. മഹാന്മാര് കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ കാണുന്ന സ്വപ്നം പോലെയല്ല. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ അത് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരുടെ സ്വപ്നങ്ങൾ എങ്ങനെ വരുന്നു എന്നതുപോലും മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊന്നും വെറുതെയല്ല, പേക്കിനാവുകളല്ല. ആ നിലക്ക് ബഹുമാനപ്പെട്ടവര് സ്വർഗഭക്ഷണം കഴിച്ചു എന്ന് മാത്രമല്ല, 4 മാസക്കാലം പിന്നീട് ബഹുമാനപ്പെട്ടവര് ഈ ദുനിയാവിന്റെ ഭക്ഷണം കഴിച്ചില്ല. കാരണം എന്താ? സ്വർഗഭക്ഷണം കഴിച്ചല്ലോ. സ്വർഗത്തിലെ ഭക്ഷണം അദ്ദേഹം കഴിച്ചല്ലോ എന്ന കാരണം കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ദുനിയാവിലെ ഭക്ഷണം 4 മാസത്തേക്ക് കഴിക്കാതിരുന്നത് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് ആ ദിക്റുകൾ അൽ അദ്കാറുൽ മുസബ്ബഅ എന്ന പേരിൽ അറിയപ്പെടുന്ന 7 തവണ ചെല്ലുന്ന ബിരുദുകളെ, ആ ദിക്റുകള് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ മുഅ്മിനാത്തുകളും ഉണ്ടാകുമല്ലോ, അവർക്കൊക്കെ ചെല്ലാൻ നല്ല സൗകര്യമാണ്. രാവിലെ ഒരു 10 മിനിറ്റോ മറ്റോ അത്രയും വേണ്ടി വരില്ല, ചിലപ്പോ ചെറിയ സമയം മതി. ആ സമയം ഉപയോഗപ്പെടുത്തി അത് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം.